ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു അച്ചീവ് യുവർ ഗോൾ. സോ നിങ്ങളുടെ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ ടോപ്പ് ആവാനാണ് നിങ്ങളുടെ ഒരു ഗോൾ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റിൽ എക്സൽ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഗോൾ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യണം, അതാണ് നിങ്ങളുടെ ഗോൾ എന്നിരിക്കട്ടെ. നിങ്ങളുടെ ഗോൾ എന്തുമാവട്ടെ, ഈ ഗോളിലേക്ക് എത്താനുള്ള ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു പ്ലാൻ വെരി വെൽ, അല്ലേ? നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, അതിനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ വേണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഗോളിലേക്ക് എത്താനുള്ള ഒരു 7 ടിപ്സ് ആണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 1, ഡിസൈഡ് എക്സാക്ട്ലി ഓൺ വാട്ട് യു വാണ്ട് ടു അച്ചീവ്. അപ്പോൾ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് നമ്മുടെ ഗോൾ എന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് ഇവിടെ പറയാം. നമ്മുടെ ഗോള് നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പ് 10 റാങ്കിൽ നമുക്കൊരു ഇൻറ്റിജേഴ്സ് എന്നുള്ള എക്സാമിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ടോപ്പ് 10 റാങ്കിൽ വരണം എന്നാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ എന്താണ് ഗോൾ എന്നുള്ളതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതെ, നമ്മൾ ഒരു പേപ്പറിലേക്ക് നമ്മുടെ ഗോൾ എഴുതുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ കുറച്ചുകൂടെ ഡിറ്റർമിൻഡ് ആവും. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ ആണല്ലേ, ഐ വിൽ അച്ചീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? ഐ വിൽ അച്ചീവ് എ ടോപ്പ് 10 റാങ്ക് ഇൻ ദ യൂണിറ്റ് ടെസ്റ്റ് ഓൺ ദ ചാപ്റ്റർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ആക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഒരു ഗോൾ, നിങ്ങളുടെ ഗോൾ നിങ്ങൾ എഴുതി വെച്ചു. ഗോളിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടായി. ഇനി എന്താണ്, നിങ്ങൾ അത് എഴുതി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? യെസ്, തേർഡ് സ്റ്റെപ്പ് ഇസ് നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവണം. അപ്പോൾ എന്തൊരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിലും നമുക്കൊരു ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ്, അതിലൊരു ഏർജൻസി ഉണ്ടാവില്ല. നമ്മളത് നീട്ടി വെക്കും. പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന ഡെഡ് ലൈൻ എന്തായിരിക്കും? ആ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഡേറ്റ് തന്നെ ആയിരിക്കും, അല്ലേ? സോ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഡേറ്റ് നമുക്കൊരു 6 days കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഡെഡ് ലൈൻ ആ ഒരു ഡേറ്റിനായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും, നമുക്ക് ഈ യൂണിറ്റ് ടെസ്റ്റിൽ ടോപ്പ് 10 റാങ്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം, വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ നോട്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു റിവിഷൻ വേണം. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ ഒരു സ്റ്റഡി ടൈമും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എന്ത് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ആ ഒരു ഗോളിലേക്ക് എത്താൻ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. എന്നാലാണ് നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇനി നമ്മൾ ഈ ലിസ്റ്റ് ഡൗൺ ചെയ്ത ഈ ഗോളിനൊക്കെ നമ്മളൊന്ന് പ്ലാൻ ആക്കി മാറ്റുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് ഡേ ഇന്നതാണ് ചെയ്യുക, സെക്കൻഡ് ഡേ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ തേർഡ് ഡേ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഒന്ന് റിവിഷന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും, ഫോർത്ത് ഡേ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്ലാൻ ചെയ്യാൻ പറ്റണം. യെസ്, സോ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി 6ാമത്തെ സ്റ്റെപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റാർട്ട് നൗ. അപ്പോൾ നമ്മൾ എല്ലാ ആക്ഷൻസ്, അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്ലാനിങ്ങും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു പ്ലാനിലേക്ക് നമ്മൾ വരിക. സോ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. നെക്സ്റ്റ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു ഡു സംതിങ് എവറി ഡേ ടു അച്ചീവ് യുവർ ഗോൾ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആ ഗോളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് വേണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി നമ്മൾ അതിലേക്ക് ഡെയിലി പഠിച്ച് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ കുറച്ചായിട്ട് പഠിച്ച് നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡെയിലി നമുക്ക് ഒരു സ്റ്റഡി ടൈം വേണം. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രസ്സും ഉണ്ടാവും. സോ ഇതൊക്കെയാണ് നമ്മളൊരു 7 സ്റ്റെപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ അക്കാഡമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ എന്ത് ഗോൾ അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്